യേശുവിൻ സ്നേഹം ആ മഹസ്നേഹം ആഹാദോർക്കുമ്പോൾ എന്തോരാനന്ദം. യേശുവിൻ സ്നേഹം ആ മഹസ്നേഹം ആഹാദോർക്കുമ്പോൾ എന്തോരാനന്ദം. അബ്രഹാമിൻ ദൈവം ഏലിയാവിൻ ദൈവം ഈ പാപിയാകും എന്നെയുമേ തേടി വന്ന സ്നേഹം. അബ്രഹാമിൻ ദൈവം ഏലിയാവിൻ ദൈവം ഈ പാപിയാകും എന്നെയുമേ തേടി വന്ന സ്നേഹം. ഈ പാപിയാകും എന്നെയുമേ തേടി വന്ന സ്നേഹം. യേശുവിൻ സ്നേഹം ആ മഹസ്നേഹം ആഹാദോർക്കുമ്പോൾ എന്തോരാനന്ദം. ഗോൽഗോഥാവിൻ മുകളിൽ സർവ്വലോക പാപ പരിഹാരമായി തൂങ്ങി മരിച്ചുയർത്തോരു സ്നേഹം. ഗോൽഗോഥാവിൻ മുകളിൽ സർവ്വലോക പാപ പരിഹാരമായി തൂങ്ങി മരിച്ചുയർത്തോരു സ്നേഹം. പരിഹാരമായി തൂങ്ങി മരിച്ചുയർത്തോരു സ്നേഹം. യേശുവിൻ സ്നേഹം ആ മഹസ്നേഹം ആഹാദോർക്കുമ്പോൾ എന്തോരാനന്ദം. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് വായിക്കാം ഹോശേയ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം നമുക്ക് വായിക്കാം. ഹോശേയ 2:15. അവിടെ നിന്ന് ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളെയും പ്രത്യാശയുടെ വാതിലായി ആഖോർ താഴ്വരയെയും കൊടുക്കും. അവിടെ നിന്ന് ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളെയും പ്രത്യാശയുടെ വാതിലായി ആഖോർ താഴ്വരയെയും കൊടുക്കും. 14-ാം വാക്യം തൊട്ട് മുമ്പുള്ള വാക്യം വായിക്കുമ്പോൾ കാണാം, ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവളുടെ ഹൃദ്യമായി സംസാരിക്കും. ഈ അവൾ എന്ന് പറയുന്നത് ദൈവജനമാണ്. ദൈവജനത്തെ ദൈവം സ്നേഹത്താൽ വശീകരിച്ച് മരുഭൂമിയിലേക്ക് കൊണ്ടുപോകും. മരുഭൂമിയിൽ വെച്ച് ദൈവം തൻ്റെ ജനത്തോട് ഹൃദ്യമായി സംസാരിക്കും, സ്നേഹത്തോടെ ഇടപെടും, ഹൃദ്യമായി സംസാരിക്കും. മരുഭൂമി മണലാരണ്യമാണല്ലോ. മരുഭൂമി മണൽക്കാടാണ്. മരുഭൂമി ഊഷരമായ സ്ഥലമാണ്. ഒരിറ്റ് നനവിൻ്റെ കിനിവില്ലാത്ത സ്ഥലമാണ്. ഈ മരുഭൂമിയിൽ ഞാൻ എൻ്റെ ജനത്തെ കൊണ്ടുവന്ന് അവളോട് ആ ഊഷരമായ മരുപ്പറമ്പിൽ വെച്ച് ഹൃദ്യമായി സംസാരിക്കും. അവിടെ നിന്ന്, എവിടെ നിന്ന്? മരുഭൂമിയിൽ നിന്ന് ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളെയും പ്രത്യാശയുടെ വാതിലായി ആഖോർ താഴ്വരയെയും കൊടുക്കും. എന്താണ് വാക്കിൻ്റെ അർത്ഥം? മരുഭൂമിയിൽ നിന്ന് ഞാൻ അവൾക്ക് പ്രത്യാശയുടെ വാതിൽ തുറന്നു കൊടുക്കും. മരുഭൂമിയിൽ മുന്തിരിത്തോട്ടങ്ങളുണ്ടാക്കി കൊടുക്കും. മരുഭൂമിയെ ഞാൻ മലർവാടിയാക്കി മാറ്റും. മരുഭൂമിയെ ഞാൻ നല്ല നീർച്ചാലുകൾ ഒഴുകുന്ന സുന്ദരമായ പൂങ്കാവനമാക്കി മാറ്റും. മനോഹരമായ ഉദ്യാനമായി മാറ്റും. മരുഭൂമിയെ നല്ല പുഷ്പാലങ്കൃതമായ വള്ളിത്തലപ്പുകൾ കൊണ്ട് പ്രശോഭിതമായ മനോഹരമായ മുന്തിരിത്തോപ്പുകളെപ്പോലെ സുന്ദരമാക്കി ഞാൻ തീർക്കും. മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. അവിടെ നിന്ന് ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളെ നൽകും. മാത്രമല്ല, ഞാൻ മുന്തിരിത്തോട്ടങ്ങളെയും പ്രത്യാശയുടെ വാതിലായി ആഖോർ താഴ്വരയെയും കൊടുക്കും. ആഖോർ താഴ്വര വലിയ ന്യായവിധിയുടെ താഴ്വരയാണ്. ദൈവകോപം ജ്വലിച്ച താഴ്വരയാണ്.
ദൈവത്തിൻ്റെ കഠിനമായ ശിക്ഷ ആഖാൻ്റെ മേൽ പതിച്ചതായ താഴ്വരയാണ്. ആഖാൻ എന്ന് പറയുന്ന ഒരാൾ ചെയ്ത തിന്മയ്ക്ക് ഇസ്രായേൽ ജനം ഒട്ടേറെ നാശനഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വന്നത് മൂലം ആഖാനെ കൊണ്ടുപോയി ആഘോർ താഴ്വരയിൽ കൊണ്ടുപോയി ജനമെല്ലാം കൂടി കല്ലെറിഞ്ഞ് കൊന്ന് അവൻ്റെ മേൽ കൽക്കൂമ്പാരം കൂട്ടിയ താഴ്വരയാണ് ആഘോർ താഴ്വര. ഈ ആഘോർ താഴ്വരയെ എന്താക്കി തീർക്കും? പ്രത്യാശയുടെ വാതിലാക്കി തീർക്കും. ആഘോർ താഴ്വര അത് ഉപദ്രവത്തിൻ്റെ താഴ്വരയാണ്. ഇറ്റ് ഇസ് ദി വാലി ഓഫ് ട്രബിൾ. അത് ദുരിതത്തിൻ്റെ താഴ്വരയാണ്. ആഘോർ എന്ന വാക്കിൻ്റെ അർത്ഥം ട്രബിൾ എന്നാണ്. ദുരിതങ്ങൾ, കഷ്ടപ്പാടുകൾ, പ്രയാസങ്ങൾ, അലങ്കോലങ്ങൾ, എല്ലാവിധത്തിലും ക്ഷീണിതമായും തകർന്നും തളർന്നും പോയ സ്ഥലമാണ് ആഘോർ. ദൈവകോപം ജ്വലിച്ച സ്ഥലമാണ് ആഘോർ. ഈ ആഘോർ താഴ്വര ആഖാൻ ചെയ്ത പാപത്തിന് അവനെ ജനസമൂഹം കല്ലെറിഞ്ഞ താഴ്വരയിൽ ദൈവം പറയുന്നു, പ്രത്യാശയുടെ വാതിൽ തുറന്നു കൊടുക്കും. ആഘോർ താഴ്വര മാറും. ഈ വാലി ഓഫ് ട്രബിൾ മാറിയിട്ട് ദ ഡോർ ഓഫ് ഹോപ്പ്, പ്രത്യാശയുടെ വാതിൽ തുറന്നു കൊടുക്കും. വാലി ഓഫ് ട്രബിൾ, ആഘോർ താഴ്വര ഡോർ ഓഫ് ഹോപ്പ് ആയി മാറും. അത് പ്രത്യാശയുടെ വാതിലായി മാറും. ഇന്ന് നമ്മിൽ പലരും ദുരിതമനുഭവിക്കുന്നവരാണ്, യാതനയേറ്റ് പിടയുന്നവരാണ്, മനസ്സ് ചഞ്ചലപ്പെട്ട് കഴിയുന്നവരാണ്, സ്വസ്ഥതയില്ലാതെ അഴലുന്നവരാണ്. പ്രയാസങ്ങളും ദുഃഖങ്ങളും ക്ലേശങ്ങളും പ്രതിസന്ധികളും ജീവിതത്തെ വീർപ്പുമുട്ടിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. എല്ലാം ഉണ്ട്, പക്ഷെ മനസ്സമാധാനമില്ലാതെ വലയുന്നവരാണ്. കുടുംബത്തിലൊരു സ്വസ്ഥതയില്ലാതെ മനസ്സ് അഴന്നുഴന്ന് വലഞ്ഞ് വിഷമിച്ച് കഴിയുന്നവരാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേൾക്കൂ, ഈ ദുരിതപൂരിതമായ ജീവിതത്തിൽ ഇനിയും പ്രത്യാശയുടെ ഒരു പുതിയ വാതിൽ തുറക്കും. ഡോർ ഓഫ് ഹോപ്പ്, ആശയുടെ വാതിൽ, പ്രത്യാശയുടെ വാതിൽ, ഡോർ ഓഫ് ഹോപ്പ്. അതാണ് പറഞ്ഞത്, അവിടെ നിന്ന് ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളെയും പ്രത്യാശയുടെ വാതിലായി ആഘോർ താഴ്വരയെയും കൊടുക്കും. ആഘോർ താഴ്വര ദുരിതത്തിൻ്റെ താഴ്വരയാണ്. ആഘോർ താഴ്വര യാതനയുടെ താഴ്വരയാണ്. ആഘോർ താഴ്വര ശിക്ഷയുടെ താഴ്വരയാണ്. പക്ഷേ അവിടെ ദൈവം മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. അതൊരു മരുഭൂമിയാണ്, പക്ഷേ അവിടെ മുന്തിരിത്തോട്ടങ്ങളുണ്ടാകും. അതുമാത്രവുമല്ല, പ്രത്യാശയുടെ വാതിൽ അവിടെ തുറക്കും. നമ്മുടെ ജീവിതത്തിൽ, ഇതുവരെയുള്ള ജീവിതത്തിൽ ദുരിതം നിറഞ്ഞ അനുഭവങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ഓർത്തോർത്ത് എണ്ണി എണ്ണി കരയാനുള്ള അനേകം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഓർമ്മയിലേക്ക് തെറുത്തു വരുന്നുണ്ടാകും. മനസ്സിലിങ്ങനെ ഉണർന്നു വരുന്ന ചിന്തകൾ പലതും കണ്ണീരണിഞ്ഞ ചിന്തകളാണ്, പലതും കണ്ണീരിൻ്റെ നനവുറ്റ ചിന്തകളാണ്, വേദനിപ്പിക്കുന്ന ഓർമ്മകളാണ്. എന്നാൽ അവിടെ പ്രത്യാശയുടെ വാതിൽ തുറക്കും. പ്രത്യാശയുടെ വാതിൽ തുറക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയെന്ന്? എവറസ്റ്റിൻ്റെ മുകളിൽ കയറിയെന്ന്, എവറസ്റ്റിനെ കീഴടക്കിയെന്ന്. ഹിലാരി എന്ന് പറയുന്ന ആൾ ആദ്യം പരാജയപ്പെടുകയാണ് ചെയ്തത്. എവറസ്റ്റിനെ കീഴടക്കാനുള്ള യത്നത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടു. അദ്ദേഹം വാസ്തവത്തിൽ അല്പം നിരാശയോടുകൂടിയാണ് തിരിച്ചു വന്നത്. എന്നിട്ട് അദ്ദേഹം ഭൂപടം എടുത്ത് വിടർത്തി. ഭൂപടം, അതിൽ എവറസ്റ്റിൻ്റെ ഭാഗത്ത് അദ്ദേഹം ഒരു അടയാളപ്പെടുത്തി. പ്രത്യേകിച്ച് അടയാളപ്പെടുത്തിയിട്ട് അതിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, നിന്നെ എനിക്ക് കീഴടക്കാൻ ഇപ്പോൾ കഴിഞ്ഞില്ല, പക്ഷേ നീ ഇനി വളരില്ല, ഞാൻ വളരും. എവറസ്റ്റേ, നീ ജയിക്കണ്ട, നീ ഇനി വളരില്ല, ഞാൻ വളരും, ഞാൻ നിന്നെ കീഴടക്കും. ദൃഢനിശ്ചയത്തോടെ പുറപ്പെട്ടു. ഹിലാരി എവറസ്റ്റിനെ കീഴടക്കി. നീ ഇനി വളരില്ല എന്നാണ് പറഞ്ഞത്. മലയ്ക്ക് വളരാനൊക്കുകയില്ല, പർവ്വതത്തിന് വളരാനൊക്കുകയില്ല, പക്ഷേ മനുഷ്യന് വളരാം. മനുഷ്യൻ വളരുന്നു. ഇനിയും ഞാൻ അഭിവൃദ്ധിപ്പെടും, ഞാൻ ഇനിയും വളരും. എൻ്റെ പരാജയങ്ങളിൽ നിന്ന് ഞാൻ പുതിയ പാഠങ്ങൾ ഉൾക്കൊണ്ട് ഞാൻ ഇനിയും വളരും. എനിക്ക് പറ്റിയ തോൽവികളിൽ നിന്ന് പുതിയ അനുഭവ സമ്പത്ത് നേടിക്കൊണ്ട് ഞാൻ ഇനിയും വളരും. ഞാൻ നിന്നെ കീഴടക്കും. ഇതാണ് പ്രത്യാശ എന്ന് പറയുന്നത്. ഞാൻ തോറ്റു കൊടുക്കുകയില്ല എന്നുള്ള വിചാരം,
തോറ്റു കൊടുക്കുകയില്ല, ഞാൻ പിറകോട്ട് മാറുകയില്ല, ഞാൻ പിന്നിലേക്കില്ല, മുന്നോട്ടൊരു കാലെടുത്ത് വെച്ചു, ഇനി ഞാൻ പുറകോട്ട് പോരുകയില്ല, ഞാൻ ജയിച്ചേ അടങ്ങൂ, ജയിക്കാതെ പിന്മാറുകയില്ല. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ദൃഢനിശ്ചയമായി മാറണം. അങ്ങനെയുള്ള ദൃഢമായ ഉറപ്പോടെ മുന്നോട്ട് പോകുന്നവരാണ് ജീവിതത്തിൻ്റെ വിജയം കൈവരിക്കുന്നത്. 1904 തോന്നുന്നു ഒരു PhD പ്രബന്ധം അവതരിപ്പിക്കപ്പെട്ടു ഫിസിക്സിലെ PhD. അതിനുവേണ്ടി വളരെ കഷ്ടപ്പെട്ട് നാളുകൾ യത്നിച്ചാണ് PhD തീസിസ് എഴുതി ഉണ്ടാക്കിയത്. അത് കൊണ്ടുപോയി സമർപ്പിച്ചു. PhD പ്രബന്ധം അത് കണ്ടിട്ട് അത് നോക്കിയ പ്രൊഫസേഴ്സ് ആ PhD പ്രബന്ധം നോക്കിയിട്ട് അവർ അതിൻ്റെ അടിയിൽ ഫുട് നോട്ട് ഇട്ടു, ഫാൻസിഫുൾ ആൻഡ് ഹോപ്പ്ലെസ്, ആശയ്ക്ക് വകയില്ല, ഫാൻസിഫുൾ ആൻഡ് ഇറെലവൻറ്റ്, അപ്രസക്തം. ഫാൻസിഫുള്ളാണ്, ഇറെലവൻ്റാണ്, അത് ഹോപ്പ്ലെസ് ആണ്, പ്രയോജനമില്ലാത്തത്, ഒരു പ്രതീക്ഷയുമില്ലാത്തത്. ആ PhD പ്രബന്ധം, ഫിസിക്സ് ഊർജ്ജതന്ത്രത്തിലുള്ള ആ PhD പ്രബന്ധം അത് എഴുതി സമർപ്പിച്ചത് ആരാണെന്നറിയാമോ? എയിൻസ്റ്റീനാണ്. എയിൻസ്റ്റീൻ പിന്നീട് എയിൻസ്റ്റീൻ പുറകോട്ട് മാറിയില്ല. എൻ്റെ PhD പ്രബന്ധം അത് സ്വീകരിക്കപ്പെട്ടില്ല, അതിന് അംഗീകാരം ലഭിച്ചില്ല, അദ്ദേഹം പുറകോട്ട് മാറിയില്ല. എയിൻസ്റ്റീൻ പിന്നെയും യത്നിച്ചു, പിന്നെയും പരിശ്രമിച്ചു, പിന്നെയും പഠിച്ചു, പിന്നെയെല്ലാം തിരുത്തി എഴുതി. ഇപ്രാവശ്യം അദ്ദേഹം ആ PhD പ്രബന്ധം സ്വീകരിക്കപ്പെട്ടെന്ന് മാത്രമല്ല, 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായി മാറി. ആറ്റം ബോംബിൻ്റെ ഫോർമുല കണ്ടുപിടിക്കുന്ന സുപ്രശസ്ത ശാസ്ത്രജ്ഞനായ എയിൻസ്റ്റീൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രബന്ധം അന്ന് പ്രൊഫസേഴ്സ് അംഗീകരിച്ചതല്ല. കേൾക്കൂ, ഹാരോ സർവകലാശാലയിൽ ഒരു വിദ്യാർത്ഥി പഠിക്കുന്നുണ്ടായിരുന്നു. 16 വയസ്സ് പ്രായം, 16 വയസ്സ് പ്രായമേ ഉള്ളൂ. അവന് അവിടുത്തെ സ്പീച്ച് ടീച്ചർ അവനെ പ്രത്യേകിച്ച് ട്യൂഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു. കാരണം അവന് സംസാരിക്കുമ്പോൾ കൊഞ്ഞപ്പ്, സംസാരിക്കുമ്പോൾ നല്ല വ്യക്തത വരില്ല, ലെജിബിളായിട്ട് മിണ്ടാൻ പറ്റുകയില്ല, വ്യക്തമായി പറയാൻ പറ്റുന്നില്ല, അക്ഷരങ്ങൾ തെളിയുന്നില്ല. ഈ വിദ്യാർത്ഥി അവന് ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് സ്പീച്ച് ടീച്ചർ വീട്ടിലേക്ക് കൊടുത്തയച്ചു. പ്രോഗ്രസ് റിപ്പോർട്ട് എന്താണ്? നോ എക്സ്പെക്റ്റേഷൻ ഫോർ ഇമ്പ്രൂവ്മെൻറ്റ്, ഇമ്പ്രൂവ്മെൻറ്റിന് ഒരു പ്രതീക്ഷയുമില്ല എന്ന്. നോ എക്സ്പെക്റ്റേഷൻ ഫോർ ഇമ്പ്രൂവ്മെൻറ്റ്, ഒരു പ്രതീക്ഷയുമില്ല, ഇവനെ പഠിപ്പിച്ചിട്ട് കാര്യമില്ലെന്ന്. ആ സ്റ്റുഡൻറ്റ്, ഈ 16 വയസ്സുള്ള ആ സ്റ്റുഡൻറ്റ് ആരാണെന്ന് കേൾക്കണോ? അവനാണ് പ്രസിദ്ധനായ വിൻസ്റ്റൺ ചർച്ചിൽ. ഹോപ്പ്ലെസ് എന്ന് വിചാരിച്ചു, ഇമ്പ്രൂവ്മെൻറ്റിന് സാധ്യതയില്ലെന്ന് വിചാരിച്ചു. നോ ചാൻസ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ്, നോ എക്സ്പെക്റ്റേഷൻ ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ്. പക്ഷേ അത് അവനെ തളർത്തിയില്ല. സംസാരിക്കാൻ, നല്ലപോലെ സംസാരിക്കാൻ സാധിക്കാതിരുന്ന ചർച്ചിലാണ് പ്രസംഗികളുടെ പ്രഭുവായി മാറിയത്. ചർച്ചിലിൻ്റെ വളരെ ഊർജ്ജസ്വലമായ ഉജ്ജ്വലത്തായ പ്രസംഗത്തിൻ്റെ ചാതുരി കൊണ്ടാണ് 2ാം ലോകമഹായുദ്ധത്തിൽ സൈന്യത്തിന് വീര്യവും ഉത്തേജനവും ലഭിച്ചത്. അങ്ങനെയാണ് 2ാം ലോകമഹായുദ്ധം ജയിച്ചത്. നോക്കൂ, ഇന്ന് തോറ്റു എന്നുള്ളതുകൊണ്ട് ആരും നിരാശപ്പെടണ്ട. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പരാജയം വന്നു എന്നുള്ളതുകൊണ്ട് നിങ്ങളാരും തളരണ്ട. നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങൾക്ക് ഒരു വിജയം മുന്നേ നിൽക്കുന്നുണ്ട്, ഒരു നല്ല കാലം മുന്നേ നിൽക്കുന്നുണ്ട്. ഇന്നത്തെ ഈ ആഘോർ താഴ്വര പ്രത്യാശയുടെ വാതിലായി മാറും. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നുള്ള ഈ ദുരിതങ്ങൾ, ഇന്നുള്ള പ്രയാസങ്ങൾ, ഇന്നുള്ള വിഘ്നങ്ങൾ, ഇന്നുള്ള തടസ്സങ്ങൾ അതെല്ലാം മാറി നിങ്ങൾക്ക് ജയിച്ച് മുന്നേറാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ജെ.സി. പെന്നിയെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ജെ.സി. പെന്നി. അമേരിക്കയിൽ ചെന്നാൽ അവിടെ എല്ലാ നഗരങ്ങളിലും ജെ.സി. പെന്നി എന്ന് എഴുതി വച്ചിരിക്കുന്നത് കാണാം. കാരണം വലിയൊരു ബിസിനസ് ശൃംഖലയുടെ ഉടമയാണ് ജെ.സി. പെന്നി. എല്ലാ നഗരങ്ങളിലും ഉണ്ട് ജെ.സി. പെന്നി. ഈ ജെ.സി. പെന്നി തീരെ ദരിദ്രനായിരുന്നു, ജീവിക്കാൻ മാർഗമില്ലാത്തവനായിരുന്നു. ജെ.സി. പെന്നി അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് അദ്ദേഹം പഠിക്കാൻ തുടങ്ങി. പഠിത്തത്തിൽ ജയിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം പലയിടത്തും പല രീതിയിൽ പല ജോലികൾ ചെയ്യാനായിട്ട് പരിശ്രമിച്ചു. ഒന്നിലും വിജയം വരിക്കാൻ കഴിഞ്ഞില്ല. അവസാനം
അദ്ദേഹം ഉത്സാഹത്തോടെ പ്രയത്നിച്ചു. അദ്ദേഹം ഒരു ബിസിനസ് തുടങ്ങി. ആ ബിസിനസ് വർദ്ധിച്ചു. അമേരിക്കയിൽ അത് വളരെ എല്ലാ നഗരങ്ങളിലും പടർന്ന് പന്തലിച്ച് വ്യാപിച്ച് കിടക്കുന്ന ഒരു ബിസിനസ് ശൃംഖലയുടെ ഉടമസ്ഥനായി മാറി ജെ.സി. പെന്നി. അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു, അങ്ങയുടെ വിജയത്തിൻ്റെ രഹസ്യം എന്താണ്? ഇത്രയും വിജയം വരിക്കാനുള്ള രഹസ്യം എന്താണ്? 1, യേശുക്രിസ്തു. 2, പ്രതികൂലങ്ങൾ. എന്താണ്? 1, യേശുക്രിസ്തു. 2, പ്രതികൂലങ്ങൾ. യേശുക്രിസ്തു എന്നെ വഴി നടത്തി. ഞാൻ ക്രിസ്തുവിനെ എൻ്റെ രക്ഷകനായി സ്വീകരിച്ചു. യേശുക്രിസ്തുവിനെ വഴി നടത്തി. പിന്നെ എനിക്ക് പ്രതികൂലങ്ങൾ, ജീവിതത്തിൽ നിന്ന് പ്രതികൂലങ്ങൾ, ജീവിതത്തിലുള്ളതായ പ്രാതികൂല്യങ്ങൾ, ജീവിതത്തിൽ വരുന്നതായ പ്രതിസന്ധികൾ, അത് നമ്മെ മുന്നേറുവാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ധാരണ പ്രതികൂലങ്ങളൊന്നും ഇല്ലാതിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന്, എല്ലാം സുഗമമായി കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു, എല്ലാം ലളിതമായി ജീവിച്ചെങ്കിൽ നന്നായിരുന്നു. നമ്മുടെ ധാരണ എങ്ങനെയാണ്? അല്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കൂ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളുള്ളത് നമുക്ക് മുന്നേറുന്നതിന് സഹായമാണ്. നമുക്ക് കൂടുതൽ കരുത്ത് ലഭിക്കും. പ്രാതികൂല്യങ്ങൾ വരുമ്പോൾ, എതിർപ്പുകൾ വരുമ്പോൾ നമുക്ക് കരുത്ത് ലഭിക്കുകയാണ്. അതാണ് നമുക്കൊരു പുതിയ പാഠമായി നാം ഉൾക്കൊള്ളേണ്ടത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, നല്ലപോലെ കാറ്റ് നിറച്ചിരിക്കുന്നൊരു പന്ത്, ആ പന്തിന് അടിച്ചമർത്തിയിടാമെന്ന് വിചാരിച്ച് താഴോട്ട് അടിച്ചാൽ എന്തുണ്ടാകും? പന്ത് കൂടുതൽ ശക്തിയോടെ പൊന്തി വരും. വീണ്ടും ഇല്ല, ഇനി പൊക്കില്ല, ഇതിനെ ഒതുക്കിയേ പറ്റൂ എന്ന് വിചാരിച്ച് അടിച്ചാലോ പിന്നെയും കൂടുതൽ പൊന്തി വരും. ആഞ്ഞടിച്ചാൽ കൂടുതൽ പൊന്തി വരും. നോക്കിയോളൂ, ആരെയെങ്കിലും ഒതുക്കാൻ നോക്കിയാൽ ഒതുങ്ങുകയില്ല, കൂടുതൽ പൊന്തി വരികയുള്ളൂ. പക്ഷേ ഒരു കാര്യം, അകത്ത് കാറ്റ് വേണം, അകത്ത് ക്രിസ്തുവിൻ്റെ ആത്മാവ് വേണം. അകത്ത് ക്രിസ്തുവിൻ്റെ ആത്മാവ് ഉള്ളിടത്തോളം കാലം പ്രിയപ്പെട്ടവരെ, ഒരു ശക്തിക്കും നമ്മെ തൊടാൻ സാധിക്കുകയില്ല, ഒരു ശക്തിക്കും തടുക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ടല്ലേ 1-ാം നൂറ്റാണ്ട് മുതൽ ഇന്നയോളം സുവിശേഷത്തെ തടുക്കാൻ ആരെല്ലാം ശ്രമിച്ചിട്ടുണ്ട്? ചക്രവർത്തിമാർ ശ്രമിച്ചിട്ടുണ്ട്, മഹാരഥന്മാർ ശ്രമിച്ചിട്ടുണ്ട്, വലിയ ചരിത്രകാരന്മാർ ശ്രമിച്ചിട്ടുണ്ട്, വലിയ പണ്ഡിതന്മാർ ശ്രമിച്ചിട്ടുണ്ട്, വലിയ സാഹിത്യകാരന്മാർ ശ്രമിച്ചിട്ടുണ്ട്, വലിയ ശാസ്ത്രജ്ഞന്മാർ ശ്രമിച്ചിട്ടുണ്ട്. സുവിശേഷത്തിൻ്റെ ഒരു പൊടിയെങ്കിലും തടുക്കാൻ അവർക്ക് കഴിഞ്ഞുവോ? എന്തിന്? ഫ്രാൻസിൽ വോൾട്ടയർ എന്ന് പറയുന്ന നിരീശ്വരനായ തത്വചിന്തകൻ ഫ്രാൻസിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ക്രിസ്തീയത്വം എന്നുള്ളത്, ക്രിസ്തീയ വിശ്വാസം എന്നുള്ളത് ഏതാനും മുക്കുവന്മാർ പരിശ്രമിച്ച് പടുത്തുയർത്തിയതാണ്. എന്നാൽ ഞാൻ ഒരൊറ്റ ഫ്രഞ്ചുകാരൻ മതി ഇതിനെ മുഴുവനും നശിപ്പിച്ച് കളയുവാൻ. ഏതാനും മുക്കുവന്മാർ കൂടി പടുത്തുയർത്തിയത്, ഞാൻ ഒറ്റ ഫ്രഞ്ചുകാരൻ മതി ഇതിനെ നശിപ്പിക്കാനെന്ന്. അത്രമാത്രം ക്രിസ്തു മതത്തെയും ക്രിസ്തീയ വിശ്വാസത്തെയും ക്രിസ്തീയ തത്വപ്രമാണങ്ങളെയും എതിർത്ത ഒരാളാണ് വോൾട്ടയർ. എന്നാൽ അദ്ദേഹം അത് പറഞ്ഞ അതേ മുറിയിൽ, ആ മുറി ഉൾപ്പെട്ട വലിയൊരു കെട്ടിട സമുച്ചയത്തിൽ ഇന്ന് യൂറോപ്പിലെ ബൈബിൾ സൊസൈറ്റിയുടെ സംഭരണശാലയായി മാറി. ബൈബിൾ സംഭരണശാല. ഒരു 50 കൊല്ലം കഴിഞ്ഞാൽ ഈ ബൈബിൾ, ഈ പഴഞ്ചൻ പുസ്തകമാരും തുറന്നു നോക്കുകയില്ല, ലോകത്തൊരിടത്തും ഈ പുസ്തകം കാണുകയില്ല എന്നാണ് അന്ന് വോൾട്ടയർ വെല്ലുവിളിച്ചത്. പക്ഷേ ഈ ബൈബിൾ ഇന്ന് ലോകമെങ്ങും വ്യാപിച്ചെന്ന് മാത്രമല്ല, ഇന്ന് ലോകത്തിൻ്റെ 5 വൻകരകളിലും വ്യാപിച്ചെന്ന് മാത്രമല്ല, ഇന്ന് ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന പുസ്തകം ഇന്ന് ബൈബിളാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്ന പുസ്തകവും ബൈബിളാണ്. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ആരെല്ലാം തടുത്താലും തടുക്കാനാവാത്ത ഒരു വലിയ ശക്തിയാണ് ക്രിസ്തുവിൻ്റെ ശക്തി. ആ ക്രിസ്തുവിൻ്റെ ശക്തി ഉള്ളതുകൊണ്ട് നമുക്ക് ആഘോർ താഴ്വരയെ പ്രകാശത്തിൻ്റെയും പ്രത്യാശയുടെയും വാതിലാക്കി മാറ്റാൻ സാധിക്കും. പ്രകാശത്തിൻ്റെ വാതിൽ, പ്രത്യാശയുടെ വാതിൽ. അതാണ് നാം വായിച്ച വാക്യം. അവിടെ നിന്ന് ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളെയും പ്രത്യാശയുടെ വാതിലായി ആഘോർ താഴ്വരയെയും കൊടുക്കും. ആഘോർ താഴ്വരയെയും കൊടുക്കും. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം ഇന്ന് പ്രതിബന്ധങ്ങൾ കണ്ട് തളരരുത്. ഇന്നുള്ള ദുരിതങ്ങൾ കണ്ട് നാം വലയരുത്. ഇന്നത്തെ പ്രശ്നങ്ങൾ കണ്ട് നാം ക്ഷീണിച്ചു പോകരുത്. ഞാനൊരു രസകരമായ ഒരു ഉദാഹരണ കഥ വായിച്ചു. അങ്ങനെ നടന്നതല്ല, ഒരു ഉദാഹരണ കഥയെന്ന് വിചാരിച്ചാൽ മതി. 2 തവളകൾ, കഥയാണ്. 2 തവളകൾ. ഈ തവളകൾ ഒരു പാത്രത്തിൽ വീണു. വെറും പാത്രമല്ല, പാത്രത്തിൽ ഏതാണ്ട് ഒരു അരഭാഗത്തോളം
ഒരു ഒരു എന്തോ ഒരു ദ്രാവകം കിടക്കുന്നുണ്ട്. അത് ഏതാണ്ട് കട്ടി പിടിച്ചൊരു ദ്രാവകം. തവള നിന്ന് വീണു, അതിലങ്ങ് മുങ്ങി. തവള പൊങ്ങി, പിന്നെയും താണു, പിന്നെയും പൊങ്ങി, 2 തവളയും. കുറച്ച് നേരം കിടന്ന് പിടച്ചു, കയറാൻ പറ്റുന്നില്ല, പാത്രത്തിന് പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല, 2 തവളയും അധ്വാനിക്കുകയാണ്. ഒരു തവള പറഞ്ഞു, വയ്യ, എന്നെക്കൊണ്ട് വയ്യ, എങ്ങനെ കയറി പോരാനാണ്, ഇത്രയും ഇനിയും എന്തോരം പൊക്കവാ, ഇതിൻ്റെ പുറത്തെങ്ങനെ ചാടും, ഇത്രയും ചാടിയിട്ടൊന്നും പറ്റിയില്ല, ഞാൻ തളർന്നു, എന്നെക്കൊണ്ട് വയ്യ, ഞാൻ ഇനി ശ്രമിക്കുന്നില്ല. മറ്റേ തവള പറഞ്ഞു, ഞാൻ ശ്രമിക്കും, ഞാൻ ഇതിന് പുറത്ത് കിടക്കും, ഞാൻ പുറത്ത് കടന്നേ അടങ്ങൂ. തളർന്ന തവള അവിടെ അതിനകത്തിങ്ങനെ അനങ്ങാതെ കടന്നു, ചത്തു. മറ്റേ തവള ഇങ്ങനെ പിന്നെയും ചാടിക്കൊണ്ടിരുന്നു. ചാടി കുറച്ച് കഴിഞ്ഞപ്പോൾ ഏതോ ഒരു സാധനം, ഒരു വെളുത്ത സാധനം ഉരുണ്ട് കൂടിയിരിക്കുന്നു. അതിൽ കയറിയിരുന്നു, പുറത്തേക്ക് ചാടി, സുഖമായിട്ട് പുറത്ത് കിടന്നു. ഏതാ ഈ സാധനം? അതിനകത്ത് തൈരായിരുന്നു. തൈര് കലത്തിലാണ് തവളകൾ വീണത്. തവള 2 തൈര് കലത്തിൽ വീണു. തൈര് കലത്തിൽ ഇങ്ങനെ ചാടി അത് ഇളകിയപ്പോൾ വെണ്ണ ഉറന്നുകൂടി, വെണ്ണ ഉരുണ്ടുകൂടി, അതിൽ തവള കയറിയിരുന്നു. ആ തവള രക്ഷപ്പെട്ടു. മറ്റേ തവളയോ നിരാശപ്പെട്ടു, അതിൽ ചത്തുപോവുകയും ചെയ്തു. ഇന്ന് അനേകം ആളുകളും നിരാശയിലാണ്. പ്രത്യാശ പലർക്കും കിട്ടുന്നില്ല, പ്രത്യാശയോടെ വരാൻ പറ്റുന്നില്ല. എന്നാൽ ഇന്ന് സ്നേഹിതരെ, നിങ്ങൾ പറയട്ടെ, യേശു ക്രിസ്തു നിങ്ങൾക്ക് പ്രത്യാശ തരികയാണ്. ക്രിസ്തു നിങ്ങൾ പ്രത്യാശ തരാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് പ്രത്യാശ? പീഡകളാൽ തികഞ്ഞവനായി, കഷ്ടതകളാൽ തികഞ്ഞവനായി, ദുരിതങ്ങളേറ്റ് പിടഞ്ഞവനായി കുരിശിന്മേൽ കിടക്കുന്ന ക്രിസ്തു ആർക്കും ആശ തരുന്നവനായി, ആർക്കും ചൈതന്യം തരുന്നവനായി ഇന്നും ജീവിക്കുന്നു. ക്രൂശ് പരാജയമല്ല, കുരിശ് അവസാനമല്ല, കുരിശിലെല്ലാം തീരുകയല്ല, കുരിശ് തോൽവിയല്ല. എന്നാൽ കുരിശിൻ്റെ അപ്പുറത്ത് ഒരു ഉയർത്തെഴുന്നേൽപ്പ് കാണാം. സഹോദരങ്ങളെ, നിങ്ങൾ വിശ്വസിക്കൂ. ഇന്ന് നിങ്ങൾക്ക് പരാജയമെന്ന് നിങ്ങൾക്ക് തോന്നും, നിങ്ങൾ തോറ്റുവെന്ന് നിങ്ങൾക്ക് തോന്നും, നിങ്ങൾക്ക് കരയേറ്റമില്ല എന്ന് തോന്നും, ഇനി ആശയ്ക്ക് വകയില്ല എന്ന് തോന്നും. എന്നാൽ നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങൾ ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ കൊടുത്തുകൊണ്ട് നിങ്ങൾ പരിശ്രമിക്കുമെങ്കിൽ നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും. ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ കൊടുക്കുക. കർത്താവേ, കുരിശിൽ അവസാനത്തെ നിമിഷം വരെയും സ്നേഹം മാത്രം പ്രദർശിപ്പിച്ചുകൊണ്ട്, സ്നേഹം മാത്രം, നിറഞ്ഞ സ്നേഹം മാത്രം പ്രദർശിപ്പിച്ചുകൊണ്ട് കുരിശിൽ കിടന്ന് പിടഞ്ഞ യേശുവേ, അവിടുന്ന് കുരിശിൽ വഹിച്ചതായ ആ ത്യാഗവും ആ യാതനയും, അവിടുന്ന് കാണിച്ചു തന്നതായ ആ ത്യാഗസന്നദ്ധതയും എൻ്റെ ജീവിതത്തിൽ പകർത്തുവാൻ കൃപ തരണമേ, എന്നെ അനുഗ്രഹിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കൂ. നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ ക്രൂശിലേക്ക് നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് പ്രത്യാശ പ്രാപിക്കാം. കുരിശ് അവിടെ കൊണ്ട് തീരുന്നില്ല. സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾക്ക് കുരിശുകളുണ്ട്, നിങ്ങൾക്കിന്ന് യാതനകളുണ്ട്, നിങ്ങൾക്കിന്ന് ഒറ്റപ്പെടുത്തലുകളുണ്ട്. സ്വന്തം കുടുംബത്തിൽ തന്നെ നിങ്ങൾ ചില വലിയ വേദനാ വിഷയങ്ങളേറ്റ് നിങ്ങൾ പിടയുന്നുണ്ട്, മനസ്സ് ഉഷ്ണിക്കുന്നുണ്ട്, മനസ്സ് ഭാരപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ ഭാര്യയുടെ സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്ന ഭർത്താക്കന്മാർ, ഭർത്താവിൻ്റെ സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്ന ഭാര്യമാർ, മക്കൾ നാനാവിധമായി പോകുന്നതിൽ കേഴുന്ന മാതാപിതാക്കൾ, മക്കൾക്ക് വേണ്ടി അധ്വാനിച്ചു, കഷ്ടപ്പെട്ടു, സമ്പാദിച്ചു, പക്ഷേ ഈ മക്കൾക്കത് അനുഭവിക്കാൻ സാധിക്കുന്നില്ല. അവർ തകർന്നുകൊണ്ടിരിക്കുന്നു, നശിച്ചുകൊണ്ടിരിക്കുന്നു, അവർ ദുശ്ശീലങ്ങൾക്ക് അടിമകളായിക്കൊണ്ടിരിക്കുന്നു, അവർ നാനാവിധമായി പോകുന്നു, മനസ്സ് നൊന്ത് വിങ്ങിക്കഴിയുന്ന മാതാപിതാക്കൾ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, എല്ലാം തകർന്നൊരു തലമുറ, എല്ലാം ഉടഞ്ഞുപോയ ഒരു സമൂഹം. എന്നാൽ ഇതിൻ്റെ മധ്യത്തിൽ ആശയ്ക്കൊരു വഴി കാണുന്നുണ്ട്. അത് കുരിശിൽ മരിച്ച രക്ഷകനായ ക്രിസ്തു, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവനായ ക്രിസ്തു. ക്രൂശിലെ യേശുവിലേക്ക് നോക്കൂ. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവീൻ. ക്ഷീണിച്ച് മടുക്കരുത്. അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവീൻ. ദൈവത്തിന് സ്തോത്രം. വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്തു അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. എബ്രായ ലേഖനം 12-ാം അധ്യായം ആദ്യ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇത് കാണാം. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. ഇന്ന്
പ്രത്യാശയുടെ വാതിലിലേക്ക് നിങ്ങൾക്ക് ഓടി അണയാം. യേശുവിനെ നോക്കുക. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവീൻ. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് ഇന്ന് ആശ തരുന്നവനായി നമ്മുടെ മധ്യത്തിലേക്ക് വന്നിരിക്കുന്നു. പ്രത്യാശ തരുന്നവനായി ക്രിസ്തു വന്ന് നമ്മുടെ കരത്തിൽ കയറി പിടിക്കുന്നു. ക്രിസ്തുവിൻ്റെ കരം നമ്മുടെ നേരെ നീട്ടിയിരിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കൂ. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് യേശുവിനോട് പറയാം, കർത്താവേ, നീ എന്നെ സ്നേഹിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ നാഥ, ഞാൻ പാപത്തിൽ വീണവനാണ്, ഞാൻ അശുദ്ധിയിൽ വീണവളാണ്. കർത്താവേ, ഞാൻ കോപം ജ്വലിച്ച് ഏതാണ്ടെല്ലാം പറഞ്ഞവനാണ്, ഞാൻ ശപിച്ചവനാണ്, ഞാൻ പ്രാഗിയവളാണ്. എൻ്റെ കർത്താവേ, എനിക്ക് തെറ്റുകളേറെ സംഭവിച്ചു പോയതാണ്, ദുശ്ശീലങ്ങൾക്ക് ഞാൻ അടിമപ്പെട്ടവളാണ്. എൻ്റെ കർത്താവേ, എൻ്റെ കുടുംബത്തിൽ ഞാൻ മൂലം കലക്കം ഉണ്ടായതാണ്, എൻ്റെ മക്കൾ ഞാൻ മൂലം പീഡ അനുഭവിക്കാൻ ഇടയായതാണ്, എൻ്റെ ഭാര്യ ഞാൻ മൂലം കരയേണ്ടി വന്നതാണ്, എൻ്റെ ഭർത്താവ് ഞാൻ മൂലം ഏങ്ങലടിക്കാൻ ഇടവന്നിട്ടുണ്ട്, ഏകാന്തത്തിൽ ആ പാവം മനുഷ്യൻ കരയാൻ ഇടവന്നിട്ടുണ്ട്. എൻ്റെ കർത്താവേ, എനിക്ക് തെറ്റുകളേറെ സംഭവിച്ചു പോയി, എൻ്റെ ജീവിതത്തിൽ മാലിന്യമേറെ വന്നുപോയി. എൻ്റെ നാഥ, എന്നാൽ തകർന്നുപോയി എൻ്റെ ജീവിതം പ്രത്യാശയുടെ വാതിലിലേക്ക് അടുക്കുവാൻ ഞാൻ കൊതി പൂണ്ടതിൻ്റെ സന്നിധിയിലേക്ക് വരികയാണ്. കുരിശിൻ ചുവട്ടിലേക്ക് ഞാനിതാ ഇഴഞ്ഞു വരികയാണ്. മുട്ടിന്മേലിഴഞ്ഞ് ഞാൻ കുരിശിൻ ചുവട്ടിലേക്ക് വന്ന് കുരിശിൻ്റെ പാദം കെട്ടിപ്പിടിച്ചുകൊണ്ട് ഞാൻ നിന്നോട് യാചിക്കുകയാണ്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തിവരുത്തനുമായ യേശുവിനെ നോക്കുക എന്ന വചനം വിശ്വസിച്ചുകൊണ്ട് ഞാനിതാ തൃപ്പാദത്തിൽ മുട്ടുമടക്കുകയാണ്. നാഥ, എൻ്റെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ എനിക്ക് യേശുവിനെ നോക്കുകയേ മാർഗമുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ യേശുവിലേക്ക് നോക്കുന്നു. 3 ആണികളിൽ തൂങ്ങിക്കിടന്ന് പിടഞ്ഞ യേശുവേ, എനിക്ക് വേണ്ടി കുറ്റമില്ലാത്ത രക്തം ചിന്തി യേശുവേ, നിൻ്റെ ആണിപ്പാടുള്ള കൈകളിലേക്ക് ഈ ആയുസ് ഞാനൊന്ന് ഏൽപ്പിച്ചു കൊള്ളട്ടെ. കർത്താവേ, എൻ്റെ ജീവിതം നിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ ഫലമേൽപ്പിച്ചു കൊള്ളട്ടെ. എൻ്റെ ഭാവി നിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ തന്നുകൊള്ളട്ടെ. എന്നെ നീ ഒന്ന് വിശുദ്ധീകരിക്കുമോ? എൻ്റെ പാപക്കറകൾ നീ ഒന്ന് കഴുകുമോ? എൻ്റെ അശുദ്ധി ഒന്ന് മാറ്റിത്തരുമോ? എൻ്റെ ജീവിതത്തിൽ നിരാശകൾ നീക്കി തരുമോ? എനിക്കിനിയും പ്രത്യാശയുടെ വാതിൽ തുറന്നു തരുമോ? ആഘോർ താഴ്വര പ്രത്യാശയുടെ വാതിലാക്കി മാറ്റുന്ന അത്ഭുത പ്രതിഭാസം എൻ്റെ ജീവിതത്തിൽ സംഭവിപ്പിച്ചു തരുമോ? നാഥ, എന്നെ തൊടണമേ. യേശുവേ, എന്നെ അനുഗ്രഹിക്കണമേ. യേശുവേ, എന്നെ കഴുകണമേ. യേശുവേ, എന്നെ വിശുദ്ധീകരിക്കണമേ. യേശുവേ, തിരുരക്തത്തിൻ്റെ മുദ്ര തന്ന് എന്നെ അനുഗ്രഹിക്കണമേ. യേശുവേ, എന്നോട് മനസ്സലിയണമേ. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മെ തന്നെ ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. കരുണയുള്ള കർത്താവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തിരുവചനം കേട്ട നിൻ്റെ ഈ പ്രിയമക്കളെ എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. നാഥ, നിൻ്റെ വചനത്താൽ ഓരോരുത്തരെയും പ്രത്യാശയിലേക്ക് ആനയിക്കണമേ. പ്രത്യാശയോടെ നിന്നെ സ്തുതിപ്പാൻ, പ്രത്യാശയോടെ നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഈ നിൻ്റെ പ്രിയമക്കൾക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. രോഗികളെ സൗഖ്യമാക്കണമേ. ബന്ധനത്തിലിരിക്കുന്നവരെ വിടുവിക്കണമേ. ബാധകൾ അകറ്റണമേ. ശാപങ്ങൾ മാറ്റണമേ. കുടുംബശാന്തി നൽകണമേ. എല്ലാവരെയും നന്മകളാൽ നിറയ്ക്കണമേ. ശോഭനമായ ഭാവി നൽകണമേ. അവിടുത്തെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമീൻ.